മാർക്കറ്റിൽ നിന്നൊരു വളരെ ഫ്ലാറ്റായ ഓപ്പണിംഗ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. മാർക്കറ്റ് പക്ഷേ നെഗറ്റീവിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇന്നലെ മാർക്കറ്റ് നെഗറ്റീവ് ആയിരിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഇന്നും ഒരു പരിധിവരെ അതിന് കാരണമായേക്കാം. സ്വിസ് ബാങ്കുകളായ UBS, ക്രെഡിറ്റ് സ്വിസ് മുതലായവയ്ക്ക് ഒരു ടാക്സ് ഹിറ്റ് വന്നിരിക്കുന്നു എന്നുള്ള ന്യൂസാണ്. അവർക്കൊരു പക്ഷേ ഒരു ഹയർ ഡിവിഡൻഡ് ടാക്സ് കൊടുക്കേണ്ടി വന്നേക്കാം. സുപ്രീം കോടതിയുടെ ഒരു വിധിയോടെ സ്വിറ്റ്സർലൻഡിൻ്റെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന നിലയിൽ നിന്നും ഇന്ത്യയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഫോറിൻ ഫ്ലോയിൽ ഒരു ചെറിയ കുറവ് സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച പ്രധാനമായി ഇൻഫർമേഷൻ ടെക്നോളജി, മെറ്റൽ സ്റ്റോക്സ് എന്നിവയുടെ വെയിങ് കാരണമാണ് മാർക്കറ്റ് നെഗറ്റീവായത്. ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ചൈനയിൽ നിന്നുള്ള മിക്സ്ഡ് ഡാറ്റ കാരണം നെഗറ്റീവിലായിരുന്നു. നിഫ്റ്റി 50 0.5 പോയിൻറ്റ് ഡൗണായി 24,668-ലും സെൻസെക്സ് 384 പോയിൻറ്റ് ഡൗണായി 81,748-ലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഈ ന്യൂസ് ഫ്ലോകളൊക്കെ കാരണമായിരിക്കണം ഓവർസീസ് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും, അതായത് FIIസും DIIസും ഇന്നലെ സെല്ലിങ് തന്നെയായിരുന്നു. വലിയ വാല്യൂ അല്ല, ചെറിയ വാല്യൂ വീതം സെല്ലിങ്ങിലായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 278.7 കോടിക്ക് സെല്ല് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 234.3 കോടിക്ക് സെല്ല് ചെയ്യുകയുണ്ടായി. അടുത്തതായി ഇന്ന് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ന്യൂസുണ്ട്. അവരൊരു 4,679 കോടിയുടെ ഒരു ലൂബ് മോഡേണൈസേഷൻ ആൻഡ് ബോട്ടംസ് അപ്ഗ്രേഡേഷൻ പ്രോജക്റ്റ് മുംബൈ റിഫൈനറിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ലൂബ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ 475 കിലോ ടൺ പെർ ആനത്തിൽ നിന്നും 764 കിലോ ടൺ പെർ ആനത്തിലേക്ക് ഉയരുന്നതാണ്. അടുത്തതായി ഇന്ന് വലിയൊരു പോസിറ്റീവ് ന്യൂസുള്ള മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് ടവേഴ്സ്. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അവർക്ക് ഫേവറബിളായിട്ടാണ് റൂൾ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ കമ്പനിക്ക് ഒരു 3,500 കോടിയുടെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി റിഡക്ഷൻ കിട്ടുന്നതാണ്. അടുത്ത ടെക്സ്റ്റൈൽ ആണ്. ടെക്സ്റ്റൈലിന് 187 കോടിയുടെ ഒരു കൺസ്ട്രക്ഷൻ ട്രാൻസ്മിഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഡിവിഡൻഡ് ന്യൂസ് ആയിട്ടുള്ള വേദാന്തയാണ്. വേദാന്തയ്ക്ക് ഇൻ്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8.5 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ്. 24 ഡിസംബറാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഈ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തത് നിറ്റ്കോ ആണ്. നിറ്റ്കോ 105 കോടിയുടെ ഒരു ഓർഡർ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇവർക്ക് ടൈൽസും മാർബിൾസും മൊസൈക്കും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണിത്. അടുത്ത GMR എയർപോർട്ട്സിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അവരുടെ ടോട്ടൽ എയർപോർട്ട് പാസഞ്ചർ ട്രാഫിക് 14% ഇയർ ഓൺ ഇയർ അപ്പായിരുന്നു. 1.12 crore പാസഞ്ചേഴ്സാണ് അവരുടെ ടോട്ടൽ ട്രാഫിക്കിൽ ഉണ്ടായത്. എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റ് 8% ഇയർ ഓൺ ഇയർ അപ്പായിരുന്നു. 69,540 എയർക്രാഫ്റ്റ്സ് ആയിരുന്നു ടോട്ടൽ മൂവ്മെൻറ്റ് നടന്നത്. അടുത്ത റെയിൽടെൽ കോർപ്പറേഷനാണ്. ഈ കമ്പനിക്ക് ഒരു 37.99 കോടിയുടെ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ നിന്നാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്ത RVNL ആണ്. RVNL 270 കോടിയുടെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ എലിവേറ്റഡ് മെട്രോ സ്റ്റേഷൻസ് അറ്റ് വേരിയറ്റ് പ്ലേസസ് അക്രോസ് നാഗ്പൂർ എന്ന ഓർഡറാണ് ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത IPO ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇൻവെർച്വസ് നോളജ് സൊല്യൂഷൻസിന് 52.68 ടൈംസ്, അതായത് മികച്ച സബ്സ്ക്രിപ്ഷൻ ഒരു 40-50%, അത്രയും വേണ്ട, ഒരു 30% എങ്കിലും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ മാത്രമുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ലഭിച്ചതായിട്ട് കാണാം. അടുത്ത ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെ വീക്കായിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ് ഡേ 2 ലഭിച്ചത്. 0.72 ടൈംസിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അടുത്തത് റെക്കോർഡ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത് സ്റ്റൈറനിക്സ് പെർഫോമൻസ് മെറ്റീരിയൽസ് എന്ന കമ്പനിക്കാണ്. അവസാനമായി ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സ് 0.45% ഡൗണായി 24,720-ലും 52 പോയിൻറ്റ് പ്രീമിയത്തിലാണുള്ളത്. അതേസമയം നിഫ്റ്റി ഡിസംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 0.19% അപ്പാണെന്ന് കാണാം. നിഫ്റ്റി ഓപ്ഷൻസ് 19 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000-ലും മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000-ലുമാണെന്ന് കാണാം. മണി മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി വീക്കായിരുന്നു തിങ്കളാഴ്ച. അതിന് കാരണം എന്താ വെച്ചാൽ മേജർ സെൻട്രൽ ബാങ്ക്സിന് റേറ്റ് ഡിസിഷൻ ഈ ആഴ്ചയാണ് വരാനുള്ളത്. ഇന്ത്യൻ റുപ്പി 8 പൈസ വീക്കായി 84.87 അഗെയിൻസ്റ്റ് $1 ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ റുപ്പി വീക്കാവുന്ന ഒരു പരിധിവരെ IT കമ്പനികൾക്ക് നല്ലതാണെങ്കിലും അത് ഓവറോൾ രാജ്യത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.